ഇന്ന് നമ്മൾ തയ്യാർ ചെയ്യുന്നത് ഗ്രിൽ ചിക്കൻ. ഓക്കെ, ഇതിപ്പോൾ 2 കിലോ കോഴിയാണ്. ഇതിനുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ ഇഞ്ചി ഉപയോഗിക്കുന്നില്ല ഇതിന്, വെളുത്തുള്ളി പേസ്റ്റ് മാത്രം. ഓക്കെ, പിന്നീട് ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ നീര്, ഉപ്പ് ആവശ്യത്തിന്, കായപ്പൊടി ഒരു ചെറിയ ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ഈ 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞ് ഇടുന്നത് കറക്റ്റ് കൈ കൊണ്ട് കുടയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ആയിരിക്കും വീഴുന്നത്. മുളക് പൊടി കാശ്മീരി മുളകാണ്. നമ്മളൊരു 3 സ്പൂൺ ഇട്ടു. ഓക്കെ, ഇത് വൃത്തിയായിട്ടൊന്ന് നമ്മൾ ഇളക്കുന്നു, ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇത് നമ്മൾ നല്ലവണ്ണം ഇളക്കി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 3 സ്പൂൺ തൈര് ആഡ് ചെയ്തു. അതും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തു. ഇപ്പം നമ്മുടെ ഗ്രിൽ ചിക്കനുള്ള മസാല തയ്യാറായിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യുകയാണ് ഈ മസാല. അപ്പോൾ നമ്മൾ ഈ മസാല ഇപ്പം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയി. കാരണം ഇതെല്ലാം കൂടെ ഒന്ന് ഇളകി നല്ല ടേസ്റ്റ് ആവും ഈ മസാലയ്ക്ക്. അതിന് ഒരു 10 മിനിറ്റ് നമ്മൾ ഈ മസാല തന്നെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ കോഴിയിലേക്ക് ഇത് പുരട്ടുകയാണ്. അപ്പോൾ നമ്മൾ വരഞ്ഞു വെച്ചേക്കുന്ന കോഴിയാണ്. ഇതിനകത്ത് കോൺഫ്ലവറോ മറ്റു സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം നമ്മൾ ഈ വെക്കുമ്പോൾ ഇതെല്ലാം കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അത് പ്രത്യേകം ഓർക്കണം. സ്റ്റൈലിന് വേണ്ടി പലതും കാണിക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോട്ട് വളരെ പതുക്കെ ഇത് പരട്ടിയെടുക്കുക. ഓക്കെ, ആവശ്യത്തിന് ഇത് നമ്മൾ കണ്ടോ ലെഗ് പീസാണിത്. അപ്പം നമ്മൾ ഈ ചിക്കനിൽ മസാല എല്ലാം പറ്റി കഴിഞ്ഞു. ഇതിന് ക്ലീൻ ഫിലിം ഒട്ടിച്ച് 4 മണിക്കൂറിലേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. ഓക്കെ, അപ്പോൾ ഇത് മസാല റെഡി. ക്ലീൻ ഫിലിം നമ്മൾ ഒട്ടിക്കുകയാണ്, ഒട്ടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി. ഓക്കെ,
ഇപ്പം 4 മണിക്കൂറായി നമ്മൾ ആ ചിക്കനൊക്കെ പുരട്ടി വെച്ചത്. അപ്പോൾ ഗ്രിൽ ചിക്കൻ നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. ഇതിപ്പോൾ കരിയിട്ട അടുപ്പിൽ ഇതിപ്പോൾ നമ്മൾ ഈ പിന്നീട് എണ്ണയും മുളക് മൂപ്പിച്ചും കൂടെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്, ഒന്ന് മാലിഷ് ചെയ്യുകയാണിത്. ഓക്കെ, നിർത്തി വീഡിയോ നിർത്തി എത്തുന്നതാണ്.